ഡ്രംസ് ഓഫ് ഹെവൻ എന്തുകൊണ്ടാണ് ഈ ഒരു ചിക്കൻ ഈ ഒരു പേര് വന്നതെന്ന് അറിഞ്ഞു കേട്ടോ. എന്തായാലും കഴിക്കാൻ അപാര ടേസ്റ്റാണ്. ഞാൻ ഒരു ടേസ്റ്റ് കൊണ്ട് എങ്ങാനും സ്വർഗത്തിലെങ്ങാനും പോകും എന്നാണോ ഉദ്ദേശിച്ചത് കേട്ടോ. എന്തായാലും ഇത് കഴിച്ച് ഇതിന്റെ ഒരു ഫാൻ ആയ ഒരാളും കൂടിയാണ് കേട്ടോ ഞാൻ. പക്ഷേ ഈ ഒരു സംഭവം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ എത്രയും കാലം ഉണ്ടാക്കിയെടുക്കാഞ്ഞത്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ലോലിപോപ്പ് ആണ് കേട്ടോ വേണ്ടത്. ഇനി അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സോയാ സോസും ചെറുനാരങ്ങ നീരും ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് നമുക്ക് അടിച്ച് വെച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കണേ. ഈ ഒരു ലോലിപോപ്പ് ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് ലാസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ലുലുന്ന് കിട്ടിയത്. ഇത് വാങ്ങിക്കാനായിട്ട് ഞാൻ ലുലുവിൽ പോയ സമയത്ത് മീറ്റിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ബീഫിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും ഒക്കെ. പിന്നെ അവിടെ ഡേറ്റ് ഫസ്റ്റും അതുപോലെ തന്നെ ഇഫ്താർ കൗണ്ടർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡേറ്റ്സിലാണെങ്കിലും ഹൈ ക്വാളിറ്റിയിൽ പലതരം ഡേറ്റ്സ് ആണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇഫ്താർ കൗണ്ടറിലാണെങ്കിലും വെറൈറ്റി സ്നാക്സും അതുപോലെ തന്നെ ഡിഷസും ഒരുപാടുണ്ട്. അപ്പൊ എന്നെ പോലെ കുക്കിങ്ങിലൊക്കെ വെറൈറ്റീസ് തപ്പി നടക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയും കിട്ടാത്ത കുറെ വെറൈറ്റി ഐറ്റംസ് നല്ല ഓഫേഴ്സിൽ ലുലുവിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങോട്ടേക്ക് പോരിയേ. ഇനി 2 മണിക്കൂറിന് ശേഷം മൈദയും കോൺഫ്ലോർ ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് ഇതുപോലെ കോരിയെടുക്കാം. ഈ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഓയിലിന് കുറച്ച് ഓയിൽ എടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. പിന്നെ അതിലേക്ക് ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും സോയാ സോസും പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കോൺഫ്ലവർ കലക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിക്കായി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചിക്കൻ അങ്ങിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രംസ് ഓഫ് ഹെവൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബൈ ഫ്രം റെസ്വിസ് കിച്ചൺ.